ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഈദിനുണ്ടാക്കാൻ പറ്റിയ അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പം ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടെല്ലാം കളഞ്ഞിട്ട് വേണം ഈ പുഡിങ്ങിൻ്റെ ട്രേയിൽ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഇതാ ബ്രൗൺ പാർട്ടെല്ലാം കളഞ്ഞിട്ട് ബ്രെഡ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന സ്ഥലത്തെല്ലാം ബ്രെഡ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ടോട്ടൽ മൊത്തത്തിൽ ഇതാ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 500 ml പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരു അരക്കപ്പ് പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൊടിയിൽ അരക്കപ്പ് ബാക്കി മാറ്റി വെച്ച അരക്കപ്പ് പാലും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡും പാലും മിക്സ് അത് ഈ പാലിലേക്ക് പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറേ ടൈം കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. 2-3 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കുമ്പം തന്നെ ഇത് നല്ലൊരു പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു തിക്നെസ് ആയിട്ട് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി എടുക്കുക. ഇനി ഇതാ ഈ കസ്റ്റേർഡ് മിക്സ് ചൂടോടെ തന്നെ നേരത്തെ ആക്കി വെച്ച ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അടിയത്തെ ലെയർ ബ്രെഡ് വെച്ചതിന് ശേഷം ചൂടോടെ തന്നെ കസ്റ്റേർഡ് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് മൊത്തത്തിൽ എല്ലാ ബ്രെഡിനും കവർ ചെയ്യുന്ന വിധത്തിൽ മൊത്തത്തിൽ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ചൂടോടെ തന്നെ ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ കസ്റ്റേർഡ് ഇതിലൊത്ത് ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടെല്ലാം കളഞ്ഞിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ഗ്യാപ്പിലെല്ലാം ബ്രെഡിൻ്റെ പീസസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ലെയർ ബ്രെഡും ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ ബാക്കി കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ പകുതി കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി കസ്റ്റേർഡ് ഈ ബ്രെഡിൻ്റെ മേലിൽ മൊത്തത്തിൽ എല്ലാ ബ്രെഡിനും കവറാകുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അടുത്ത ലെയറും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വെക്കണം. ഇത് സെറ്റായതിന് ശേഷം വേണം ഇതിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട്. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഫ്രഷ് ക്രീമും ഇട്ട് കൊടുക്കുക. ഇനി കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ ഈ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് ഇപ്പോൾ ആക്കിയ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്ത ആ മിക്സ് ഇതിൻ്റെ മേലേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന വിധത്തിൽ ഈ ഫ്രഷ് ക്രീമിനും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ടോപ്പ് ലെയറും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് ടോട്ടലി ഒന്ന് സെറ്റായി വരണം. ഇതൊരു ക്ലിങ് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇത് നല്ലോണം ഒന്ന് സെറ്റായിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇതാ ഒരു കുറച്ച് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും ഗാർണിഷ് ചെയ്യാൻ ഇടുക. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലിൽ മൊത്തത്തിൽ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഗാർണിഷ് ചെയ്തതിന് ശേഷം ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പം നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരുന്നാളിലും ആകുമ്പം നല്ല തിരക്കില്ല ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണിത്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ട്രൈ ആക്കി നോക്കുക. അടിപൊളി പുഡിങ്ങാണ്. ഇതുപോലത്തെ റെസിപ്പി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.